ഹായ്, നമുക്കിന്ന് എക്കണോമിക്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. റീസെൻ്റ്ലി ഇപ്പോൾ കൺക്ലൂഡിയിരിക്കുന്ന ജൂൺ 25 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ, അറേഞ്ച് ദ ഫോളോയിങ് റൗണ്ട്സ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് ഈ റൗണ്ട്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അവിടെ തന്നിരിക്കുന്നത് മില്ലേനിയം റൗണ്ട് ഉണ്ട്, ദോഹ, ഉറുഗ്വേ, കെന്നഡി, ടോക്കിയോ എന്നൊക്കെ ഉണ്ട്. അതിൽ ഉറുഗ്വേ റൗണ്ട് കാണുമ്പോഴേ നമുക്കറിയാം ഇത് WTO ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് UGC വളരെ റെഗുലർ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ചോദിച്ചു വരുന്നതാണ്. അതായത് UGCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പരിചയമുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് അറിയാം. അതായത് 8 റൗണ്ട് ഗാറ്റ് നെഗോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓർഡർ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാം, റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിനിസ്ട്രിയൽ കോൺഫറൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എത്ര മിനിസ്ട്രിയൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു ആസ് ഓഫ് നോ? എനി ഐഡിയ? ഒന്ന് ഓർത്ത് നോക്കി. 13 റീസെൻ്റ്ലി 2024. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഈ പറഞ്ഞ 2024 13th 1 കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 26 എന്ത് വരുന്നുണ്ട്, 14th 1 വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് പെർസ്പെക്റ്റീവ്സിലും UGC കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ ക്രോണോളജിക്കൽ ഓർഡറും ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഗാറ്റ് റൗണ്ട് നെഗോസിയേഷൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അപ്പം പണ്ടും ഇതേപോലെയുള്ള മിനിസ്ട്രിയൽ കോൺഫറൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള റൗണ്ട് നെഗോസിയേഷൻസ് 8 റൗണ്ട് നെഗോസിയേഷൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രിക്കി പാർട്ടുണ്ട്. എടുത്തു നോക്കി, നമ്മളോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ A ആയിട്ട് തന്നിരിക്കുന്നത് മില്ലേനിയം റൗണ്ട് ഓഫ് ട്രേഡ് നെഗോസിയേഷൻസ്, B ദോഹ റൗണ്ട്, ആൻഡ് ദെൻ C ഉറുഗ്വേ റൗണ്ട്, ആൻഡ് ദെൻ D കെന്നഡി റൗണ്ട്, ആൻഡ് ദെൻ E അവിടെ തന്നിരിക്കുന്നത് ടോക്കിയോ റൗണ്ട് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ട്രിക്കി പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ UGC ഏതെങ്കിലും ഒരു കാര്യം മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. ഒന്നെങ്കിൽ മിനിസ്ട്രിയൽ കോൺഫറൻസ് മാത്രം തന്നതിന് ശേഷം അതിൻ്റെ ഓർഡർ ചെയ്യാൻ പറയും. ആൻഡ് ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ 8 റൗണ്ട് ഗാറ്റ് നെഗോസിയേഷൻസ് തന്നതിന് ശേഷം അതിൻ്റെ ഓർഡർ ചെയ്യാൻ പറയും. പക്ഷേ റീസെൻ്റ്ലി ഇവർ തുടങ്ങിയിരുന്ന ട്രെൻഡ് ഉണ്ട്, ബ്ലെൻഡിങ്. ഈ ക്വസ്റ്റ്യനും അത് തന്നെയാണുള്ളത്. വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് കാര്യം മനസ്സിലാവും. ഈ 5 റൗണ്ട് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 2 റൗണ്ട് മില്ലേനിയം റൗണ്ട് ആൻഡ് ദെൻ അതുപോലെ ദോഹ റൗണ്ട്, ഇത് രണ്ടും ഏതാണ്? മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് അല്ലേ. ദോഹ റൗണ്ടൊക്കെ നമ്മൾ അറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫോർത്ത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് ദോഹ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ദോഹ ഡെവലപ്മെന്റ് അജണ്ട എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള 1919 മൂന്നാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, അതാണ് ആക്ച്വലി ഈ പറഞ്ഞ മില്ലേനിയം റൗണ്ട് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. അത്ര ഫെയിലർ ആയിരുന്നു. അതായത് പരാജയപ്പെട്ടു പോയ ഒരു ട്രേഡ് നെഗോസിയേഷൻ ആയിരുന്നു മില്ലേനിയം റൗണ്ട്. ഇമ്മീഡിയറ്റ്ലി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്? ദോഹ ഡെവലപ്മെന്റ് അജണ്ട വരുന്നുണ്ട്. അപ്പം Aയും Bയും ആക്ച്വലി മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. ഉറുഗ്വേ റൗണ്ട് WTOയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള 8ാമത്തെ റൗണ്ടാണ് ഗാറ്റ് നെഗോസിയേഷൻസിന്റെ. കെന്നഡി റൗണ്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ടോക്കിയോ റൗണ്ടും എല്ലാം എവിടെ വരുന്നതാണ്? 8 റൗണ്ട് ഗാറ്റ് നെഗോസിയേഷൻസിൽ വരുന്നതാണെന്നുള്ളതാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഗാറ്റ് റൗണ്ട് മാത്രം തന്നിട്ട് ഓർഡർ ചോദിക്കുന്നു, ആൻഡ് ദെൻ അതെല്ലാം നമുക്ക് മിനിസ്റ്റർ കോൺഫറൻസ് മാത്രം എന്നിട്ട് ഓർഡർ ചോദിക്കുന്നു. ഇപ്പോൾ എടുത്ത് നോക്കി, ട്രിക്കി പാർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദോഹ റൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് മിനിസ്റ്റർ കോൺഫറൻസ് ആണ് നമുക്ക് ഡൗട്ട് വരും. എന്ന് മാത്രമല്ല വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. മില്ലേനിയം റൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി സിയാറ്റിൽ മിനിസ്റ്റർ കോൺഫറൻസ് ആണ് 3ാമത്തെ. അത് എത്ര പേർക്ക് അറിയാം? US വെച്ച് കണ്ടക്ട് ചെയ്ത്. അപ്പോൾ അതിനെ മില്ലേനിയം റൗണ്ട് എന്ന് വിളിക്കുമെന്ന് പല ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനാണ്, ഇത് ഏതാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വരേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? 8 റൗണ്ട് ഗാറ്റ് നെഗോസിയേഷൻസ് ആണ്. അതായത് WTOയുടെ ഫോർമേഷന് കാരണമാതെ 8ാമത്തെ ഉറുഗ്വേയിൽ വെച്ച് കണ്ടക്ട് ചെയ്ത് 86 to 94 വരെ നീണ്ടു നിന്നിരുന്ന ഉറുഗ്വേ റൗണ്ട് ഡിസ്കഷനാണ് WTOയുടെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതിന് മുമ്പ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗാറ്റ് നെഗോസിയേഷൻ നടക്കുന്നത് ജനീവയിൽ വെച്ചാണ്. ടാരിഫ് റിഡക്ഷൻ ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആൻസി വെച്ചാണ് നടക്കുന്നത്, ഫ്രാൻസ് ആണ്. ടാരിഫ് റിഡക്ഷൻ ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. തേർഡ് വൺ ടോക്കിയോ വെച്ചാണ്, UK. ടാരിഫ് റിഡക്ഷൻ ആണ് ഒബ്ജക്റ്റീവ്. ആൻഡ് ദെൻ പിന്നീട് വന്നിരിക്കുന്ന 4th വണ്ണും 5th വണ്ണും എവിടെ വെച്ച് തന്നെയാണ്? ജനീവ അല്ലെങ്കിൽ ഇതിലെല്ലാം റൗണ്ട് എന്നതിലേക്ക് പറയാൻ സാധിക്കും. ആൻഡ് ദെൻ കെന്നഡി റൗണ്ട് ഉണ്ട്. 7ാമത്തെ റൗണ്ടാണ് ടോക്കിയോ റൗണ്ട് പറഞ്ഞത്. 8ാമത്തെ റൗണ്ടാണ് ബേസിക്കലി ഉറുഗ്വേ റൗണ്ട്. അപ്പോൾ ഉറുഗ്വേ റൗണ്ട് എത്തുമ്പോഴത്തേനും അവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കും. ജസ്റ്റ് ടാരിഫും നോൺ ടാരിഫും ആന്റി ഡംപിങ് ഒക്കെ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഗാറ്റ് നെഗോസിയേഷൻ ട്രിപ്സിലേക്കും എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിലേക്കും പോലുള്ള വളരെ ബ്രോഡ് പെർസ്പെക്റ്റീവ് ഡയമെൻഷൻസ് ഉള്ള കാര്യങ്ങളിലേക്ക് WTO എത്തുന്നു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫോർമാറ്റ് ഇല്ലാതെ, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു 8ാമത്തെ റൗണ്ടോടുകൂടി. അത് WTOയുടെ ഫോർമേഷന് കാരണമാകുന്നു എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ WTOയുടെ ഫോർമേഷന് കാരണമാവുന്ന റൗണ്ട് എന്ന് പറയുന്നത് ഗാറ്റ് നെഗോസിയേഷൻ്റെ 8ാമത്തെ റൗണ്ടാണ്. ആ 8 റൗണ്ടിൻ്റെയും കറക്റ്റ് ഓർഡർ ഞാൻ അവിടെ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഇതിന് മുമ്പ് ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ദെൻ ബ്ലെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ 8 റൗണ്ട് ഗാറ്റ് നെഗോസിയേഷൻ്റെ ഓർഡർ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് 1947 ജനീവ വെച്ചാണ്. ടാരിഫ് റിഡക്ഷൻ ആയിരുന്നു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് NAC വെച്ചാണ് ഫ്രാൻസ്. ടാരിഫ് റിഡക്ഷൻ ആണ് 1949 ആൻഡ് ദെൻ മൂന്നാമത്തെ എടുത്തു നോക്കുക ടോക്കി വെച്ചിട്ടാണ്. ആൻഡ് ദെൻ UK ആണ്, അവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടാരിഫ് റിഡക്ഷൻ ആണ് 51 നാലാമത്തെ എടുത്ത് നോക്കുക 56 ജനീവയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അഞ്ചാമത്തത് ദില്ലൻ റൗണ്ട് എന്ന രീതിയിലേക്കാണ് അറിയപ്പെടുന്നത് 56-61 ആറാമത്തെ 64-67 കെന്നഡി റൗണ്ടാണ്. ഏഴാമത്തത് ടോക്കിയോ റൗണ്ടാണ് 73 മുതൽ 79 വരെ. ആൻഡ് ദെൻ എട്ടാമത്തെ ഏതാണ്? ഉറുഗ്വേ റൗണ്ട് 86-94 വളരെയധികം ബ്രോഡ് റീച്ചിലേക്ക് ഗാർഡ് നെഗോസിയേഷൻസ് എത്തിയ, വളരെയധികം നാളുകൾ നീണ്ടുനിന്ന 86 മുതൽ 94 വരെ നീണ്ടുനിന്ന ഡിഫറെൻറ്റ് റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻസ്. അതിനെയാണ് നമ്മൾ 8ാമത്തെ റൗണ്ടായിട്ട് നമ്മളവിടെ അറിയപ്പെടുന്നത്. ട്രിപ്സും ട്രിംസും ഗാഡ്സും എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറും എല്ലാം WTOയിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണവും ഈ 8ാമത്തെ റൗണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇതാണ് 8 റൗണ്ട് എന്ന് പറയുന്നത്. എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, ഒരുപാട് പ്രാവശ്യം ഗാറ്റ് റൗണ്ട്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അറിഞ്ഞിരിക്കണം, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ എടുത്ത് നോക്കുക, ആ ക്വസ്റ്റ്യൻ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഉറുഗ്വേ റൗണ്ട് 8ാമത്തെ റൗണ്ടാണ്, കെന്നഡി റൗണ്ട് ഉണ്ട്, ടോക്കിയോ റൗണ്ട് ഉണ്ട്. എടുത്ത് നോക്കി, കെന്നഡി റൗണ്ട് ആൻഡ് ദെൻ ഇതുണ്ടോ ടോക്കിയോ റൗണ്ട്. ഓക്കെ, ആറാമത്തെയും 7ാമത്തെ റൗണ്ടാണ് കെന്നഡി ടോക്കിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ റൗണ്ടാണ് ഉറുഗ്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എടുത്ത് നോക്കുക, ഈ പറയുന്ന ക്വസ്റ്റിലേക്ക് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ 8ാമത്തെ റൗണ്ടാണ് ഉറുഗ്വേ റൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കെന്നഡിയും അതേപോലെ ടോക്കിയോ റൗണ്ടും എടുത്ത് നോക്കുക. ഇത് ഇവിടെ എടുത്ത് നോക്കുക, ടോക്കിയോ റൗണ്ട് 7ാമത്തെയാണ്, കെന്നഡി അതാണ് 6ാമത്തെ. അപ്പോൾ 6ഉം 7ഉം 8ഉം റൗണ്ടാണ് നമുക്കിവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഗാറ്റ് നെഗോസിയേഷൻസ് അവിടെ എടുക്കുന്നതിന്. പക്ഷേ അതുകൊണ്ട് തീർന്നില്ലല്ലോ ക്വസ്റ്റ്യൻ. 2 ഓപ്ഷൻസ് അവിടെ മില്യൺ റൗണ്ടും ദോഹയും കിടപ്പുണ്ട്. അതിവിടെ നമുക്ക് കാണുന്നില്ലല്ലോ. ആദ്യമേ ഞാൻ പറഞ്ഞ ഒന്നാണ്, അതേതാണ്? മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ പർപ്പസിനേക്കാൾ ഉപരിയായിട്ട് അത് കാണുന്ന സ്റ്റുഡൻസിന് വളരെയധികം എന്തായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എടുത്ത് നോക്കുക, നമ്മളിനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ ഏതാണ് നിൽക്കുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു വന്നു, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളാം. ഓൾറെഡി 13 മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് എന്താണ് WTO കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. എന്താ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WTOയുടെ സ്ട്രക്ചർ എടുത്ത് കഴിയുമ്പോഴത്തേനും ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്, ഇത് അപ്പെക്സ് ബോഡിയാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ബേസിക്കലി ഇവർ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നതാണ്. അപ്പം WTOയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ടുള്ള അപ്പെക്സ് ബോഡി ആയിട്ടുള്ള മിനിസ്റ്റീരിയൽ കോൺഫറൻസിലാണ് അവിടുത്തെ 1-2 ഓപ്ഷൻസ് അവിടെ വന്നിരിക്കുന്നത്. ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 13 കൺക്ലൂഡ് ചെയ്ത് സക്സസ്ഫുള്ളി മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 14ാമത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് സിംഗപ്പൂർ വെച്ചാണ്. ഓക്കെ, 2ാമത് ജനീവയാണ്, 3ാമത്തത് സിയാറ്റിൽ. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ എന്തായിട്ട് കാണിക്കുന്നത്, ദ മില്ലേനിയം റൗണ്ട് ഓഫ് ട്രേഡ് നെഗോസിയേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന 3ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് സിയാറ്റിൽ, US വെച്ച് നടന്നതെന്നുള്ളതാണ്. അതിൻ്റെ വർഷം എടുത്ത് നോക്കി 19 ആണ്. കണ്ടോ, അവിടുത്തെ വർഷം എടുത്ത് നോക്കി 99 ആണ്. അതാണ് മില്യൺ റൗണ്ട് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ്. തൊട്ടടുത്ത് ഏതാണ് 2001 നമ്മൾ എത്തുമ്പോൾ നമ്മൾ ദോഹ റൗണ്ടിലേക്ക് നമ്മൾ എത്തുന്ന 4ാമത്തെ റൗണ്ടാണ്. ഓക്കെ, അതായത് 4ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഇതിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും. 5 കാൻഗൻ ആണ് മെസ്കിയോ വെച്ച്, 6 ഹോങ്കോങ് ആണ്, 7ഉം 8ഉം ജനീവയാണ്, 9 ബാലിയാണ്. ഓക്കെ, ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ 10ാമത്തെ നൈബ്രോയിയാണ് കെനിയയിൽ വെച്ചതിന് ശേഷം, 11ാമത്തെ അർജന്റീനയിൽ വെച്ചാണ് ബ്യൂണസ് ഐറസിലാണ്. ആൻഡ് ദെൻ 12ാമത്തെ എവിടെയായിരുന്നു, കോഹോസ്റ്റ് ചെയ്യുന്നത് കസാക്കിസ്ഥാൻ ജനീവയിലാണ്. ഓക്കെ, കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് 2 പേരുടെ കമ്പൈൻ ആയിട്ടാണ് അത് കണ്ടക്ട് ചെയ്തിരുന്നതാണ്. ജനീവയും കസാക്കിസ്ഥാനും 12ാമത്തെ. ഇതാണ് 12 വരെയുള്ള ഓർഡർ. 13ാമത്തെ എവിടെ വെച്ചാണ്, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക, UAE അബുദാബിയിൽ വെച്ചിട്ടാണ് 13ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് WTO എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇൻഫർമേഷൻ തീർന്നില്ല. എന്താണ്, 14ാമത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ്, അടുത്ത വർഷം 2026 മാർച്ചിലാണ് വരാൻ പോകുന്നത്. 26-29 മാർച്ചിലാണ് വരാൻ പോകുന്നത് 2026. എവിടെ വെച്ചാണ്, കാമറൂൺ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, 14th മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. സോഫാർ കണ്ടക്ട് ചെയ്തിരിക്കുന്ന 13 മിനിസ്റ്റീരിയൽ കോൺഫറൻസ്: സിംഗപ്പൂർ, ജനീവ, സിയാറ്റിൽ, ദോഹ, കാൻഗൻ, ഹോങ്കോങ്, ജനീവ ആൻഡ് ദെൻ ബാലി ഇന്തോനേഷ്യ, നൈബ്രോയ് ആൻഡ് ദെൻ അർജന്റീന ബ്യൂണസ് ഐറസ് ആൻഡ് ദെൻ ജനീവ കസാക്കിസ്ഥാൻ ഹോസ്റ്റ് ചെയ്തത് 13ാമത്തെ UAEയിലെ അബുദാബിയിൽ വെച്ച്, അബുദാബി സിറ്റിയിൽ വെച്ച്. ഇനി നമുക്ക് വരാൻ പോകുന്ന കാമറൂണിൽ വെച്ചാണ് നമുക്ക് 14ാമത്തെ നമുക്ക് വരാൻ പോകുന്നതാണ്. ഇനിയാണ് ഇവിടുത്തെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത്. ദോഹ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഏതാണ്, 2001 അതൊരു ദോഹ ഡെവലപ്മെന്റ് അജണ്ട എന്ന രീതിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് നോക്കുക, ഈ ക്വസ്റ്റിൽ നിങ്ങൾ കാണുന്ന ദോഹ റൗണ്ട് കണ്ടോ, ഇത് ഏതാണ്, ദോഹ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് അവർ മീൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ദ ട്രിക്കി പാർട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ മില്ലേനിയം റൗണ്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏതാണ്,
മൂന്നാമത്തെ മിനിസ്ട്രൽ കോൺഫറൻസ് സിയാറ്റിൽ വെച്ച് കണ്ടുകൂടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് രണ്ടും എന്താണെന്നുള്ള കാര്യങ്ങൾ. ഇവിടെ എടുത്ത് നോക്കാം. അതായത് 99 സിയാറ്റിൽ മിനിസ്ട്രൽ കോൺഫറൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മില്ലേനിയം റൗണ്ട് ട്രേഡ് നെഗോസിയേഷൻ നമ്മൾ വിളിക്കുന്നത്. ശരിക്കും അത് ഗാഡ് നെഗോസിയേഷൻ്റെ പാട്ടൊന്നുമല്ല, മിനിസ്ട്രൽ കോൺഫറൻസ് ആണ്. 1999 എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഗാട്ട് അല്ല WTO വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, 1995 WTO വരുന്നതാണ് ബേസിക്കലി. സോ അപ്പോൾ അവിടെ എടുത്ത് നോക്കുക, കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സിയാറ്റിൽ വെച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്ന മില്ലേനിയം നെഗോസിയേഷൻസ് എടുത്തു കഴിയുമ്പോഴത്തേനും അതൊരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, ബാറ്റിൽ ഓഫ് സിയാറ്റിൽ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മില്ലേനിയം ട്രേഡ് നെഗോസിയേഷൻ ആണ് ഈ പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണ് ഒരു ഫെയിലിയർ ആയിട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്ഡ് എക്കോണമിയും ഡെവലപ്പിംഗ് ഇക്കോണമിയും രണ്ട് ബ്ലോക്ക് ആയിരുന്ന സമയത്ത് വലിയ രീതിയിലേക്കുള്ള തർക്കങ്ങൾ വന്നു. ഒന്നും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, ഒരു കൺസെൻസും ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US, യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഡെവലപ്ഡ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്ന WTO ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടും എൻവയോൺമെന്റൽ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നതാണ്. അതേസമയം ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള പല രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അഗ്രികൾച്ചറും ടെക്സ്റ്റൈൽസും പോലുള്ള കാര്യങ്ങളുടെ ഇഷ്യൂസ് ആയിരുന്നു അവർക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. ഒരു തരത്തിലും ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു കൺസെൻസിലേക്ക് എത്താനായിട്ട് ഈ ഡിസ്കഷൻസും കാര്യങ്ങളൊന്നും സാധിച്ചില്ല. പൂർണ്ണമായിട്ടും നെഗോസിയേഷൻ എന്ത് ചെയ്തു? കൊളാപ്സ് ചെയ്തു. നെഗോസിയേഷൻ കൊളാപ്സ് ചെയ്തുകൊണ്ട് തന്നെ 2001 പിന്നീട് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ദോഹ ഡെവലപ്മെന്റ് അജണ്ടയിലേക്ക്. WTOയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി മിനിസ്ട്രൽ കോൺഫറൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് ദോഹ ഡെവലപ്മെന്റ് അജണ്ട എന്ന് പറയുന്നത്. കാരണം ഒരു ഡെവലപ്ഡ് എക്കോണമിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ ഡെവലപ്പിംഗ് എക്കോണമിയുടെ പെർസ്പെക്റ്റീവിലേക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ദോഹ റൗണ്ട് മുതൽ എന്നുള്ളതാണ് ആക്ച്വലി. അപ്പോൾ മില്ലേനിയം റൗണ്ട് പരാജയമായിരുന്നു. അതിനെ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വരുന്ന റൗണ്ടാണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ദോഹ റൗണ്ട്. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് 2 പോയിന്റിലൂടെ വന്നിരിക്കുന്നത്. എടുത്ത് നോക്കി, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മില്ലേനിയം റൗണ്ട് ഓഫ് ട്രേഡ് നെഗോസിയേഷൻസ് സിയാറ്റിൽ റൗണ്ടാണ്, മൂന്നാമത്തെ മിനിസ്ട്രൽ കോൺഫറൻസ് ആണ്. ദോഹ റൗണ്ട്, ദോഹ ഡെവലപ്മെന്റ് മിനിസ്ട്രൽ കോൺഫറൻസ് ആണ്, 4ാമത്തെ മിനിസ്ട്രൽ കോൺഫറൻസ് ആണെന്നുള്ളതാണ്. ഉറുഗ്വേയും കെന്നഡിയും ടോക്കിയോയും ബേസിക്കലി ഏതാണ് നമ്മളെ സംബന്ധിച്ച്? ഗാഡ് നെഗോസിയേഷൻസ് ആണ്. ഗാഡ് നെഗോസിയേഷൻസിൻ്റെ അവസാനത്തെ 3ആണ്. 8ാമത്തെയാണ് ഉറുഗ്വേ, പറയുന്നത് ടോക്കിയോ 7ാമത്തെയാണ്, കെന്നഡി 6ാമത്തെയാണ്. അതാണ് നമുക്കവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ഒരു ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്കപ്പോൾ അവിടെ എടുത്ത് നോക്കാം. തന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് പറയാൻ സാധിക്കും. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ കെന്നഡി റൗണ്ട് അല്ലേ, അതാണ് 6th റൗണ്ട് എന്ന് പറയുന്നത്. 64-67 ആണ്. അതാണ് നമുക്ക് ആദ്യം നമുക്കവിടെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അടുത്ത 7th ഗാഡ് നെഗോസിയേഷൻ ആണ് വന്നിരിക്കുന്നത്. 73 മുതൽ 79 വരെയുള്ള ഏതാണ്? ടോക്കിയോ റൗണ്ടാണ്. പിന്നീട് വരുന്ന ഏതാണ്? ഉറുഗ്വേ റൗണ്ടാണ്. ഉറുഗ്വേ റൗണ്ട് നമുക്കറിയാം 94 കൺക്ലൂഡ് ചെയ്യുന്നത്, 86 സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം. ഇത് ഗാഡ് നെഗോസിയേഷനാണ്. ഈ 3 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും ഗാഡ് നെഗോസിയേഷൻസ് ആണ്. ഗാഡ് നെഗോസിയേഷൻ റൗണ്ട്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. 8 റൗണ്ടിലെ അവസാനത്തെ 3 റൗണ്ട് കൊടുത്തിരിക്കുന്നത്. 6ഉം 7ഉം 8ഉമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന മില്ലേനിയം റൗണ്ട് എന്ന് പറയുന്നത് 3ാമത്തെ മിനിസ്ട്രിയൽ കോൺഫറൻസ് ആണ്, സിയാറ്റിൽ റൗണ്ട്. അതാണ് മില്ലേനിയം റൗണ്ട് ആയിട്ട് അറിയപ്പെടുന്നത്. പരാജയമായിരുന്നു. മില്ലേനിയം എന്ന് പറയാനുള്ള പേര് നിങ്ങൾക്കറിയാം, ആക്ച്വലി 1999, തൊട്ടടുത്ത വർഷം 2000 ആണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് നോക്കുക, പിന്നീട് വരുന്നതാണ് ദോഹ ഡെവലപ്മെന്റ് മിനിസ്ട്രിയൽ കോൺഫറൻസ് വരുന്നത്. ദോഹ ഡെവലപ്മെന്റ് അജണ്ട നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് 2001 ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഇപ്പോഴും അറ്റ്ലീസ്റ്റ് പേപ്പറിലെങ്കിലും ആക്റ്റീവ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ദോഹ റൗണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. D ആണ് നമ്മുടെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട്. കെന്നഡി, ടോക്കിയോ, ഉറുഗ്വേ, മില്ലേനിയം, ദോഹ, അതാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടെ വരേണ്ടത് ആൻസർ ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് UGC 2025 ജൂണിൽ ചോദിച്ച WTO ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ആണിത്. എവർഗ്രീൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ട്രിക്കി പാർട്ടുണ്ട്. പണ്ടൊക്കെ നേരിട്ട് ഒന്നെങ്കിൽ ഗാഡ് റൗണ്ട് നെഗോസിയേഷൻ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ മിനിസ്ട്രിയൽ കോൺഫറൻസ് ചോദിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് ബ്ലെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കുട്ടികൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയി വരുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് മിനിസ്ട്രിയൽ കോൺഫറൻസിൻ്റെ 12, 13 കംപ്ലീറ്റ് ചെയ്തു. 14ാമത്തെ എവിടെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8 ഓൺ ഗാഡ് നെഗോസിയേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. 2025 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഗാഡ് നെഗോസിയേഷനും ആൻഡ് ദെൻ അതേപോലെ തന്നെ 8 ഓൺ ഗാഡ് നെഗോസിയേഷൻസും 13 മിനിസ്ട്രിയൽ കോൺഫറൻസിൻ്റെ ലിസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ സാധിക്കും. എയും ബിയും മിനിസ്ട്രിയൽ കോൺഫറൻസസ് ആണ്. D ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. DECA എന്ന രീതിയിലേക്ക് നമുക്കത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം എനിവേ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് UGC ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാം. വീണ്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രമല്ല, 8 ഓൺ ഗാഡ് നെഗോസിയേഷൻസും മിനിസ്ട്രിയൽ കോൺഫറൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് കിട്ടും. എന്ന് മാത്രമല്ല, അടുത്ത മിനിസ്ട്രിയൽ കോൺഫറൻസ് എവിടെയാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. കാമറൂണിലാണ്. 13ാമത്തെ എവിടെയാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. എവിടെ വെച്ചാണ് ബേസിക്കലി? ഓക്കെ, UAE വെച്ചാണ്.
ഓക്കെ, ആൻഡ് ദെൻ അബുദാബി ആണ്. ഇങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും കവർ ചെയ്ത് വളരെ ഒതൻറ്റിക് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സിൽ നമുക്കിപ്പോൾ ഇത്രത്തോളം റിസൾട്ട് എന്തുകൊണ്ട് ആപ്പിൾ ബിക്ക് വരുന്നത് ചോദിച്ചെങ്കിൽ ആ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന ക്വാളിറ്റി, അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, അതുകൊണ്ടാണ് ആക്ച്വലി അത്രയും റിസൾട്ട് വരുന്നത്. അപ്പം വളരെ കറക്റ്റായിട്ട് ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികളും ഈ നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക, ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതുപോലൊരു എക്സാംസ് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ചെയ്തത് ഏത് എക്സാം ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ വരെയുള്ള അപ്ഡേഷൻസ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മിനിസ്റ്റർ കോൺഫറൻസിൽ അടക്കം അതിനകത്ത് കൊണ്ടുവന്നിട്ട് 2026 വരാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ ഡേറ്റ് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.